കോഴിക്കോട് മാറാട് ഭജനമഠം അടിച്ചു തകർത്ത പ്രതി നവാസിനെ തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് പരിക്കേറ്റ ഗുരുസ്വാമി ശ്രീനിവാസന്റെ വീട്ടിൽ നിന്ന് തത്സമയം ചേരുകയാണ് അനഘ ഹർഷൻ. അനഘ, സംഭവിച്ചത് എന്താണ് എന്ന കാര്യം അദ്ദേഹം എങ്ങനെ വ്യക്തമാക്കുന്നു? തുടർന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് കൂടി. വീണ, കൃത്യമായി ആ സമയത്ത് ആ ഭജനമഠത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ ഗുരുസ്വാമിയായിട്ടുള്ള ശ്രീനിവാസൻ. മാത്രമല്ല, ഈ നവാസിനെ തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനിവാസന്റെ കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ചാണ് പ്രതി നവാസ് ശ്രീനിവാസനെ ആക്രമിച്ചത്. എന്താണ് ആ സമയം, എന്താണ് സംഭവിച്ചത്? തന്നെ തീർത്ഥൻ്റെ വലിച്ചെറിഞ്ഞാൽ തുളസി സാറ അടുത്ത് വലിച്ചെറിഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും എന്താ ചെയ്യണമെന്ന് വെച്ച് അച്ഛയിൽ ഉള്ളോട്ട് പാഞ്ഞ് കയറിയിട്ട് പിന്നെ അവിടെയുള്ള ആനൻ്റെ ഇത് നെറ്റിപ്പള്ളത്തെ ഇതൊക്കെ ഒക്കെ എടുത്ത് വലിച്ചു കയറി നെയ്വിളക്ക് കത്തിക്കണൊക്കെ ഞാൻ ഇവിടെ ഒന്നിനെയും പൊക്കില്ല പറഞ്ഞു. ഇവിടെ ഞങ്ങൾ ഒന്നിനെയും പൊക്കില്ല, അതിനുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലാണ്. അവിടെ പിന്നെ ചവിട്ടി താളിയിട്ട് നെഞ്ഞത്തും മറ്റേത് കൊട്ടിലോട്ടും ചവിട്ടിക്കണം. പിന്നെ എങ്ങനെ ഒന്നും സംസാരിക്കില്ല, എന്താ പറയണുള്ളൂ. നിങ്ങളെ കാര്യം വെക്കൂല എവിടെയാണ് ഒക്കെ അടിച്ചു പൊളിച്ചിട്ടുള്ളൂ. ആ ഉണ്ട്. അപ്പോൾ ഒരു ഒച്ചപ്പാട് കേട്ടപ്പോൾ പോലും ഓടി വന്നു. 6 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ആ, കാലിൻ്റെ പതിക്ക് പൊട്ടുണ്ട്, എല്ലിന് പൊട്ടും. വീണ, അങ്ങനെ തന്നെയാണ്. അതായത് ആ സമയത്ത് ഈ നവാസിനെ തടയാൻ ശ്രമിച്ചിരുന്നു. മാത്രമല്ല, ഈ ഗുരുസ്വാമി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളെ ആരെയും വെച്ചേക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ ഭജനമഠത്തിന് ഉള്ളിൽ നിന്ന് ഇത്ര അധികമുള്ള അതിക്രമം ഈ നവാസ് കാണിച്ചത് എന്നതുകൂടി ഈ ഗുരുസ്വാമി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ മർദ്ദനത്തിൽ ഗുരുസ്വാമിയുടെ കാലിന് പൊട്ടലുണ്ട്. മാത്രമല്ല, ശരീരമാസകലം മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, പ്രായമുള്ള ഒരു മനുഷ്യനാണ്, ഒരു വയോധികനോടാണ്. ആ വയോധികനോടാണ് ഈ രീതിയിലുള്ള ക്രൂരത കാണിച്ചിരിക്കുന്നത് എന്നാണ്. അതായത് ആദ്യഘട്ടത്തിൽ ഈ ഭജനമഠത്തിനുള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് അത് കൃത്യമായി തടയാൻ ശ്രമിച്ചു. പക്ഷേ ആരാണ് എന്താണെന്ന് കൃത്യമായൊരു മനസ്സിലാകാത്തൊരു സമയമായിരുന്നു. അതിനുശേഷമാണ് ഈ ശ്രീനിവാസന്റെ കയ്യിലുണ്ടായിരുന്ന വടി തന്നെ ഉപയോഗിച്ച് ഈ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ സർവകക്ഷി യോഗമടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് കൃത്യമായൊരു നടപടി ഉണ്ടാകുമെന്നാണ്. പക്ഷേ അവിടെയും ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞിരുന്നത് ഈ നവാസ് മാനസിക രോഗിയാണ് എന്നൊരു ലേബലാണ് പോലീസ് ചാർത്തി കൊടുക്കാൻ ശ്രമിച്ചത്. കൃത്യമായി പോലീസിനോട് വിളിച്ച് സംസാരിച്ചപ്പോൾ ആ സമയത്ത് അവർ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ പോലീസിനോട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നത് ഈ ഡി സി പി അടക്കം പറയുന്നത് അങ്ങനെ ഒരു ലേബലില്ല, ഈ മാനസിക രോഗിയാണോ എന്ന് പരിശോധിക്കട്ടെ, അതിൽ വ്യക്തതയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ പോലീസ് ഈ മാനസിക രോഗിയാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം കൂടി ഈ ഭജനമഠം തകർത്ത കേസിൽ ഉണ്ടായിട്ടുണ്ട്. വീണ.